ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയിലെ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് സംബന്ധമായി നമുക്കുണ്ടാകുന്ന എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരാൻ എഡ്യൂഫ്ലെയർ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം റോയ് സാറ് നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്ത്യയിലെ നഴ്സിംഗും അതുപോലെ ജർമ്മനിയിലെ നഴ്സിംഗും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് സർ? അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ജർമ്മനിയിൽ സൗജന്യമായി നഴ്സിംഗ് പഠിക്കുന്നതിനോടൊപ്പം സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്. അത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നഴ്സിംഗ് പ്രോഗ്രാം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി എത്ര രൂപ മുടക്കണമെന്ന് നീതുവിന് അറിയുമോ? ഒരു അറൗണ്ട് 8 to 10 lakhs അത്ര എനിക്ക് തോന്നുന്നു. യെസ്, ശരിയാണ്. 8 മുതൽ 10 ലക്ഷം രൂപ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് നമ്മളിവിടെ ചിലവാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ ഒരു നേഴ്സിന് ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുമ്പോൾ എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നതിനെ പറ്റിയുള്ള ധാരണയുണ്ടോ? ഒരു 10,000 മുതൽ ഒരു 15,000 വരെ, അത്രയാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ നേഴ്സുമാർക്ക് ഹോസ്പിറ്റലിൽ ജോലി തുടങ്ങുന്ന സമയത്ത് അവർക്ക് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ അവർക്ക് ഹോസ്പിറ്റലിൽ വളരെ അധികം ഭാരിച്ച ജോലിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഡേ ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, 12 മണിക്കൂറോളം നീളുന്ന ഡ്യൂട്ടി പല സമയത്തുമുണ്ട്. നേഴ്സ് രോഗി അനുപാതം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേഴ്സിന് വളരെയധികം കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പരിതാപകരമാണ്. ഇങ്ങനെയെല്ലാം പല വിധത്തിലും നമ്മുടെ നാട്ടിലെ നേഴ്സുമാർ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു നേഴ്സിനെ ഡോക്ടർ വഴക്ക് പറയും, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ ആളുകൾ വഴക്ക് പറയും, രോഗി അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ വിഷമം കാരണമുള്ള ഇമോഷൻ കൊണ്ട് രോഗി എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാകുന്ന ഉടനെ രോഗി വഴക്ക് പറയും, രോഗിയുടെ കൂട്ടിരിപ്പുകാർ വഴക്ക് പറയും. അങ്ങനെ ഒരു നേഴ്സിംഗ് ജോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയായിട്ടല്ല ഇന്ന് നിലവിലുള്ളത്. കൂടാതെ ശമ്പളവും വളരെ കുറവാണ്. ഇതിന് തികച്ചും വിഭിന്നമാണ് ജർമ്മനിയിലെ സാഹചര്യം. അപ്പോൾ സർ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് ഓസ്ബിൽഡൻ കോഴ്സാണ്. പോരാത്തതിന് നമുക്ക് 40 ലക്ഷം രൂപ വരെ സ്റ്റൈപ്പൻഡും കിട്ടുന്നുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ അതാണ് ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയേണ്ട ഒരു പോയിന്റും ഇത് തന്നെയാണ്. സാർ ഒന്ന് വിശദമാക്കാവോ? അപ്പോൾ നമുക്ക് ഈ ജർമ്മനിയിലെ നേഴ്സിംഗ് പ്രോഗ്രാമിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതെല്ലാം വ്യക്തമാകും. ഒന്ന്, ജർമ്മനിയിൽ നേഴ്സിംഗ് പഠനം സൗജന്യമാണ്. നീതു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മതി, ഇതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്നതിനാണ് നമുക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത്. 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയിട്ടാണ് 40 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠനത്തോടൊപ്പം ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ രൂപയിൽ 1 ലക്ഷത്തിൽ കുറവായ സംഖ്യയും, രണ്ടാമത്തെ വർഷം 1 ലക്ഷത്തിൽ കുറച്ചുകൂടി കൂടുതലായ സംഖ്യയും, മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഏകദേശം 1,25,000 രൂപയോളം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. അങ്ങനെ 3 വർഷം നഴ്സിംഗ് പഠനം പൂർത്തിയാകുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 40 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡ് ഇനത്തിൽ അവരുടെ പഠന കാലയളവിൽ ലഭിക്കും. നമുക്ക് സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാർ, നമ്മളിപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും, ലിവിങ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് ഒരു മാസം കിട്ടിയാലും നമുക്ക് നമ്മുടെ ചിലവ് ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് മുമ്പോട്ടേക്ക് ജീവിക്കാനോ എന്തെങ്കിലും സേവ് ചെയ്യാനോ ഉണ്ടാവുമോ സർ? അതായത് ജർമ്മനിയിൽ ബാച്ചിലറായിട്ട് ഒരാൾക്ക് താമസിക്കണമെങ്കിൽ ഏകദേശം 40,000 രൂപ മുതൽ 50,000 രൂപ ഇന്ത്യൻ രൂപ ചിലവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് 50,000 രൂപ കഴിഞ്ഞാൽ 50,000 രൂപ സേവ് ചെയ്യാമെന്നാണ് നമുക്കർത്ഥം. അതായത് ഒരു വിദ്യാർത്ഥി തൻ്റെ 17ാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് 17ഓ 18ഓ വയസ്സാകുമ്പോൾ പ്രതിമാസം 50,000 രൂപ വേണമെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയിലേക്ക് അയക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ വിദ്യാഭ്യാസം മൂലം ഉണ്ടാവുന്നത്. അപ്പോൾ സർ, സ്റ്റൈപ്പൻഡായിട്ട് ഞങ്ങൾക്ക് 40 ലക്ഷം രൂപ കിട്ടുമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ശമ്പളമായിട്ട് നമുക്ക് എന്ത് കിട്ടും സർ? നമുക്ക് ഇന്ത്യയിലെ പോലെ 10,000 20,000 മാത്രമേ ഈ നഴ്സിന് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ടോ? നഴ്സുമാർക്ക് എന്തെങ്കിലും ആശ്വസിക്കാനുള്ള വകയുണ്ടോ സർ ഇതിൽ? അതായത് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ജോബ് ഇൻബിൽട്ടാണ്. അതായത് നമ്മുടെ ഈ 40 ലക്ഷം സ്റ്റൈപ്പൻഡ് കിട്ടിയ കോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവർ മിനിമം 2 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നേഴ്സിൻ്റെ കഴിവിനനുസരിച്ച് തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ രൂപയിൽ 2 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജോലി അവർക്ക് ലഭിക്കും. അതുകൂടാതെ അവർക്ക്
ഓവർ ടൈം വർക്ക് ചെയ്യാം, പാർട്ട് ടൈം വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ എല്ലാം അവർക്ക് സൺഡേയോ സാറ്റർഡേയോ ഒക്കെ പോയി അഡീഷണലായിട്ട് വർക്ക് ചെയ്യാം. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ ജർമ്മനിയിൽ 4 ലക്ഷം രൂപയെങ്കിലും മിനിമം അവർക്ക് മാസം സമ്പാദിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. കൂടാതെ നമുക്കറിയാം ജർമ്മനിയിലെ പ്രവൃത്തി സമയം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം വളരെ നല്ലതാണ്. ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് തൊട്ട് താഴെയുള്ള ഒരു പ്രൊഫഷണലായിട്ട് അവരെ ആ രാജ്യം ട്രീറ്റ് ചെയ്യും. ആ രാജ്യത്തെ രോഗികളും ഡോക്ടർമാരും എല്ലാം നേഴ്സിനെയും ഒരു പ്രൊഫഷണലായിട്ടാണ് പരിഗണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ നേഴ്സിനെ ഒരു തൂപ്പുകാരിയുടെ ജോലി മുതൽ എല്ലാവിധ ജോലികളും ചെയ്യേണ്ട ആവശ്യം ആ രാജ്യത്തില്ല. എല്ലാം കൊണ്ടും വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബാണ് നേഴ്സിംഗ് ജോബ് ജർമ്മനിയിൽ. ഓക്കെ സർ, നമുക്ക് ജർമ്മനിയിലെ ജോബിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം എല്ലാം ക്ലിയറായി. അപ്പോൾ നമുക്ക് ജർമ്മനിയിൽ പോകാമെന്ന് തന്നെ വെക്കട്ടെ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആയിരിക്കും അതിനുണ്ടാവുക? സർ, നമുക്ക് ഇംഗ്ലീഷ് തന്നെ നമുക്ക് ജർമ്മൻ ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതിലുണ്ടോ? വേറെ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് സർ ഉള്ളത്? നമുക്ക് എന്താണ് ഈ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകാനുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഒരു വിദ്യാർത്ഥി +2 ഏകദേശം 60% മാർക്ക് വാങ്ങി പാസ്സായ ഒരു വിദ്യാർത്ഥിയായിരിക്കണം. അത് സയൻസ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആർട്സോ കൊമേഴ്സോ +2 ഏത് സ്ട്രീമിൽ പഠിച്ച ആളുകൾക്കും ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകാവുന്നതാണ്. അവർക്ക് 28-30 വയസ്സ് പ്രായത്തിൽ അധികമാകാൻ പാടില്ല. ആ പ്രായപരിധിയാണ് ആവശ്യമുള്ളത്. കൂടാതെ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ അവർ പാസ്സാവുകയും വേണം. അതായത് അവിടെയുള്ള ജർമ്മനിയിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാം എല്ലാം തന്നെ ജർമ്മൻ ഭാഷയിലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ പോകാൻ വേണ്ടി ജർമ്മൻ ഭാഷ B2 പാസ്സാവുകയും വേണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി +2 ഏത് സ്ട്രീമിലായെങ്കിലും 60% അതിലധികം മാർക്ക് വാങ്ങി പാസ്സാവണം. അവർക്ക് 30 വയസ്സിൽ അധികം ആവാൻ പാടില്ല. അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ B2 ലെവൽ പാസ്സാവുകയും വേണം. ഈ ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ജർമ്മനിയിൽ പോയി ഈ 40 ലക്ഷം സ്റ്റൈപ്പൻഡ് കിട്ടുന്ന നേഴ്സിംഗ് പ്രോഗ്രാമിൽ ചേർന്ന് നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് നേഴ്സായി ജോലിയിൽ പ്രവേശിച്ച് 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജോലിയിൽ അവർക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. സാധാരണ ഞാൻ ഈ കേട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ഒന്ന് IELTS, രണ്ടാമത്തത് ഈ OET. ഈ 2 എക്സാമിനെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മൻ ഭാഷാ പഠനം എന്നത് എന്താണ് സർ? ആക്ച്വലി ഈ 4 ലെവൽസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സർ, ഇത് എന്തൊക്കെയാണ്? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതാണ് കൂടുതൽ ഈസി? ജർമ്മൻ ആണോ, അല്ലെങ്കിൽ OET ആണോ, അല്ലെങ്കിൽ IELTS ആണോ? ഒന്ന് വ്യക്തമാക്കാവോ സർ? ഇതിപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. കാരണം എല്ലാവരുടെയും പൊതുവായുള്ള സംശയമാണ് ഈ ജർമ്മൻ ഭാഷയെ സംബന്ധിച്ചുള്ളത്. നമുക്കതിനെപ്പറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ജർമ്മൻ ഭാഷയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ അതേ അക്ഷരങ്ങൾ തന്നെയാണ്. അഡീഷണലായി 4-5 അക്ഷരങ്ങൾ കൂടി അധികമുണ്ട്. ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്, അർത്ഥവും വ്യത്യാസമുണ്ട്. പക്ഷേ ജർമ്മൻ ഭാഷയും IELTSഉം OET എല്ലാം പഠിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ IELTSനും OETക്കും എല്ലാം തന്നെ നമ്മൾ ഒരു മൊഡ്യൂള് പാസ്സായില്ലെങ്കിൽ വീണ്ടും 4 മൊഡ്യൂൾ ഒന്നിച്ച് പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ട്. അതേസമയത്ത് ജർമ്മൻ ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് 4 മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നമ്മൾ ഒരു എക്സാമിന് തോറ്റുപോയി കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ മാത്രം രണ്ടാമത് നമുക്ക് പരീക്ഷ എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ 4 പരീക്ഷ എഴുതി 4 മൊഡ്യൂളും സെപ്പറേറ്റ് ആയിട്ട് പാസ്സായാലും ജർമ്മൻ ഭാഷ പാസ്സായതായിട്ട് പരിഗണിക്കും. ജർമ്മൻ ഭാഷയിൽ നമുക്ക് 6 ലെവലുകളാണുള്ളത്. A1, A2, B1, B2, C1, C2. അത് ഓരോ പഠനത്തിനും ഏത് ലെവലാണ് വേണ്ടത് എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുന്നതിന് നമുക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് വേണ്ടത്. B2 പാസ്സായ ഒരു വിദ്യാർത്ഥിക്കാണ് ജർമ്മനിയിൽ നമുക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേ സമയത്ത് ഒരാൾ MBBS പഠിക്കാൻ വേണ്ടി പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ C1 ലെവൽ നമുക്ക് പാസ്സാവേണ്ടതുണ്ട്. അപ്പം ജർമ്മൻ ഭാഷയിൽ A1 എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു ലെവലും തൊട്ടടുത്ത ലെവൽ A2, പിന്നെ B1 ലെവൽ, പിന്നെ B2 ലെവൽ. ഇപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ B1 ലെവലിൽ പാസ്സായാൽ മതി. അപ്പോൾ ജർമ്മൻ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു അവസ്ഥയിലും വേറെ ഭാഷ പഠിക്കാൻ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ട്. എന്നാലും മറ്റു ഭാഷകളെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി. കൂടാതെ അത് ജസ്റ്റ് പാസ്സായാൽ മതി. IELTS പോലെയോ OET പോലെയോ ഹയർ ഗ്രേഡിലേക്കുള്ള മാർക്സ് ഇതിനാവശ്യമില്ല. നമുക്ക് 4 മൊഡ്യൂളും 4 എഴുതി പാസ്സാവാനും ജർമ്മൻ ഭാഷയിൽ സാഹചര്യമുണ്ട്. നമ്മൾ എഡ്യൂഫ്ലെയറിൽ
വളരെ നന്നായിട്ട് നമ്മൾ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ കഴിവുള്ള ടീച്ചർമാരുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം തന്നെ നന്നായി ജർമ്മൻ ഭാഷ പഠിക്കുകയും ജർമ്മൻ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ജർമ്മനിയിൽ പോകാനുള്ള ഏറ്റവും പ്രധാന തടസ്സം എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയാണ്. അതൊരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനിയിൽ പോയി ഫ്രീ ആയി നേഴ്സിംഗ് പഠിച്ച് ഇത്രയും ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചു, ജർമ്മനിയിൽ പോയി, പക്ഷേ നമ്മൾ ഈ കോഴ്സും പഠിച്ചു. അവിടെ എന്താണ് നമുക്ക് ജോബിൻ്റെ പ്ലേസ്മെൻറ്റ്, ആ പ്ലേസ്മെൻറ്റ് സൗകര്യം എങ്ങനെയാണ് സർ? അത് നമുക്ക് അഷ്വറൻസ് തരുന്നുണ്ടോ? അതായത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെ നേഴ്സുമാരുടെ വളരെയധികം ഷോർട്ടേജാണുള്ളത്. 100,000 അല്ലെങ്കിൽ അതിലധികം നേഴ്സുമാരുടെ ഷോർട്ടേജ് ഇന്ന് ആ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ രാജ്യത്ത് നേഴ്സിംഗ് ജോലി ചെയ്യണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു നേഴ്സിംഗ് പഠിച്ച് അവിടെ ചെന്ന് നേഴ്സ് ആവുന്നതിനേക്കാളും ആ രാജ്യം ആഗ്രഹിക്കുന്നത് ആ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തെ സമ്പ്രദായത്തിൽ കൂടി നേഴ്സിംഗ് പഠിച്ച് അവിടെ ജോലി ചെയ്യുന്ന ഒരാളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ നേഴ്സിംഗ് പഠിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ജോബ് ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് ഒരു വിദ്യാർത്ഥി നേഴ്സിംഗ് പഠിക്കാൻ ചേരുമ്പോൾ തന്നെ ജോബ് അഷ്വേർഡാണ്. അവർക്ക് പഠനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പഠനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർക്ക് അവരുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ ജോലി കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റലിൽ പോയി അവർക്ക് ജോലി ചെയ്യാം. ഈ പറഞ്ഞ ശമ്പളത്തോടു കൂടിയുള്ള ജോലി അവർക്ക് അവിടെ അഷ്വേർഡാണ്. കൂടാതെ അവർക്ക് പ്രൊമോഷൻ ലഭ്യമാവും, കൂടുതൽ ശമ്പളം ലഭ്യമാവും, അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, ഓവർ ടൈം ചെയ്യാം. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ജർമ്മനിയിൽ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ജോലിയെ സംബന്ധിച്ച് ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ സർ, ഞാനിങ്ങനെ നഴ്സിംഗ് പഠിച്ചു, എനിക്ക് ജോലി കിട്ടി. ഇനിയിപ്പോൾ PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അതിന് ജർമ്മനിയിൽ പ്രൊവിഷൻസ് ഉണ്ടോ? സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണല്ലോ. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാലയളവ് കൂടി ജർമ്മനിയിലെ റെസിഡൻസ് ആയിട്ട് അവർ പരിഗണിക്കും. കാരണം നമ്മൾ പഠനത്തോടൊപ്പം സ്റ്റൈപ്പൻഡ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ശമ്പളം പോലെ തന്നെ നമ്മളവിടെ പണം വാങ്ങുകയാണ്, നമ്മളവിടെ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് ആ കാലയളവ് നമ്മുടെ റെസിഡൻസായി പരിഗണിച്ച് നമുക്ക് നേഴ്സായി ജോലി കിട്ടി 2 വർഷത്തിനുള്ളിൽ നമുക്ക് PR എലിജിബിലിറ്റി ജർമ്മനിയിൽ ലഭിക്കും. PR എലിജിബിലിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി പിന്നീട് സിറ്റിസൺഷിപ്പിലേക്ക് പോകാവുന്നതാണ്. ഇനി ഒരു വ്യക്തിക്ക് ജർമ്മനിയിലെ സിറ്റിസൺഷിപ്പ് വേണ്ട, നമ്മുടെ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് PR-ൽ നിലനിന്നുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ മനോഹരമായി അവർക്ക് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി പിന്നീട് പെൻഷനും സാമൂഹ്യ സുരക്ഷയും എല്ലാം അനുഭവിച്ച് ജർമ്മനിയിൽ ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സർ, ഈ കോഴ്സ് സർ ആർക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ആർക്കാണ് ഇത് കൂടുതൽ അനുകൂലമാവുക? ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക? അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നേഴ്സിംഗ് പഠിക്കുന്നത് ആരാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് മലയോര മേഖലയിലുള്ള ആളുകളെ, ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളെ, സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകളെ, മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾ, ഇവരൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേഴ്സിംഗ് കഴിഞ്ഞാലുടൻ ഒരു ജോലി ലഭ്യമാവുമല്ലോ എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഇവരെല്ലാം നേഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്ക് ജർമ്മനിയിൽ പോയി ഇത്തരത്തിൽ സൗജന്യമായി നേഴ്സിംഗ് പഠനം നടത്തി പഠനത്തോടൊപ്പം സ്റ്റൈപ്പൻഡ് വാങ്ങി പിന്നീട് നല്ല ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും ഇത് സാമ്പത്തിക ശേഷി കുറഞ്ഞ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആളുകൾക്കും എല്ലാവർക്കും വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ സർ, ഈ കോഴ്സ് മൊത്തം കേട്ടിട്ട് എനിക്ക് ജർമ്മനിയിൽ പോകാൻ തോന്നുന്നുണ്ട്. ഇനി ഞാൻ ജർമ്മനിയിൽ പോകാൻ എന്തൊക്കെയാണ് ചെയ്യണ്ടേ? നീതു ഇപ്പോൾ ഒരു കാൻഡിഡേറ്റാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നീതു എങ്ങനെ ജർമ്മനിയിൽ ഈ പ്രോഗ്രാമിന് പോകാമെന്നുള്ളത് ഞാൻ സ്റ്റെപ്പായിട്ട് പറയാം. ഒന്നാമതായിട്ട് നീതു +2-ന് 60% മാർക്കോടുകൂടി പാസ്സാവണം. അത് ഏത് സ്ട്രീമിലും പഠിച്ചാലും മതി, സയൻസ് വേണമെന്ന് നിർബന്ധമില്ല. രണ്ടാമതായി നീതുവിന് 30 വയസ്സിൽ താഴെ പ്രായമായിരിക്കണം. മൂന്നാമതായി നീതു ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ പാസ്സാവണം. ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി. അപ്പം +2-ൻ്റെ മാർക്കും വയസ്സും റെഡിയാണെങ്കിൽ അടുത്തതായിട്ട് ജർമ്മൻ ലാംഗ്വേജ് വേണം. ഇതിന് വേണ്ടിയിട്ട് നീതു എഡ്യൂഫ്ലെയറിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കോഴ്സിൽ ചേർന്നാൽ നമ്മുടെ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് 6 മുതൽ 8 മാസം കൊണ്ട് ജർമ്മൻ ഭാഷ B2 ലെവൽ വരെ പഠിക്കാവുന്നതാണ്. അപ്രകാരം നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിക്കുന്ന അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകാനുള്ള പ്രോസസ്സ് എഡ്യൂഫ്ലെയർ നടത്തും. B2 പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്താനുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂഫ്ലെയർ നിങ്ങൾക്ക് ചെയ്തു തരും.
നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ലെറ്ററും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാനുള്ള ഓഫർ ലെറ്ററും എഡ്യൂഫ്ലെയർ നിങ്ങൾക്ക് വാങ്ങിത്തരും. അത്തരത്തിൽ ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിച്ച് ജർമ്മനിയിലെ ഒരു രജിസ്റ്റേർഡായി തീരാൻ നീതുവിന് സാധിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകെയുള്ളൊരു കടമ്പ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നീതുവിൻ്റെ ജീവിതം മാറിമറിയും, നല്ലൊരു ജീവിതത്തിലേക്ക് എത്തും. പ്രതിമാസം 4 ലക്ഷം രൂപയോളം ശമ്പളം ലഭിക്കുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജർമ്മനിയിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഉണ്ടാവും. അപ്പോൾ ഇത്രയധികം ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി സർ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. നിർത്താൻ വരട്ടെ നീതു, നമുക്ക് ഇന്നും പതിവ് പോലെ നീതുവിൻ്റെ ഒരു പാട്ട്. അതിനു മുമ്പ് പ്രേക്ഷകർ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം സാർ. തിങ്കൾ വന്ന് ഇനി തോടും ആഹാസറ്റം ഇനി മുത്തം വീടും പകലേ പോയിട ഇരവേ പായ്കൊട് നിലവേ തണ്ണീരോതിയോയിട തിങ്കൾ വന്ന് എണ്ണി തോടും ആഹാസറ്റം ഇനി മുത്തം വീടും. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നേഴ്സിംഗ് പഠനം ഒരു പാഷനാണെങ്കിൽ, നേഴ്സിംഗ് പഠനം ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ 8 ലക്ഷവും 10 ലക്ഷവും രൂപ കൊടുത്ത് BSc നേഴ്സിംഗ് പഠിച്ച് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ച് 10,000 15,000 രൂപയോ ശമ്പളം വാങ്ങുന്നൊരു നേഴ്സാവാതെ ഈ പ്രോഗ്രാമിൽ ചേർന്ന് ജർമ്മനിയിൽ പോയി സൗജന്യമായി നേഴ്സിംഗ് പഠിച്ച് പഠന കാലയളവിൽ 40 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡ് വാങ്ങി പിന്നീട് 2 ലക്ഷമോ അതിലധികമോ ശമ്പളം ലഭിക്കുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സായി തീരാനുള്ള അവസരം നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കണം, നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.